നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ 3rd ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗ സമവാക്യങ്ങൾ അതിലെ സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസസ് എന്ന പാർട്ടാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസസ് നമ്മൾ ഈ 3rd ചാപ്റ്ററിൽ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചില്ല. ആദ്യം പഠിച്ച ഐഡൻറ്റിറ്റി എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ജോമെട്രിക് റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇതുപോലെ ഇത് സ്ക്വയേഴ്സിൻ്റെ സമ്മാണ്. ഇതുപോലെ തന്നെ ഡിഫറൻസ് എങ്ങനെ വരുമെന്ന് ആ ഐഡൻറ്റിറ്റിയാണ് രണ്ടാമത്തെ ഐഡൻറ്റിറ്റി. അതായത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പ്ലസ് 2xy ആണ്, ഇവിടെ മൈനസ് 2xy ആണ്. ഇതിൻ്റെ ജിയോമെട്രിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഈ ഐഡൻറ്റിറ്റി ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് ടെക്സ്റ്റ് ബുക്ക് നോക്കി മനസ്സിലാക്കാം. അതിൻ്റെ പ്രൂഫൊന്നും ചോദിക്കാൻ പോണില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് ഐഡൻറ്റിറ്റി. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച ഫസ്റ്റ് ഐഡൻറ്റിറ്റി, ഇത് രണ്ടാമത്തെ ഐഡൻറ്റിറ്റി. ഇനി ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. 99 സ്ക്വയർ ഇത് നമുക്ക് എങ്ങനെ എടുക്കാം? 100 മൈനസ് 1 അല്ലേ? നമ്മളിപ്പം 101 ചെയ്യണമെങ്കിൽ നമുക്ക് അതെങ്ങനെ എടുക്കാം? 100 പ്ലസ് 1 എന്ന് എടുക്കാം. 101ൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി 100 പ്ലസ് 1. ഇതിപ്പോൾ ഇവിടെ 99 ആണ്. അപ്പം 100 കൊണ്ടുള്ള കാൽക്കുലേഷനിൽ എപ്പോഴും എളുപ്പം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 100 മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുക. അപ്പം 99 സ്ക്വയർ എന്നുള്ളത് എങ്ങനെ വരും? 100 മൈനസ് 1 ഹോൾ സ്ക്വയർ. 100 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഇനി 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100ൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുത്താൽ പോരെ? ഓക്കെ. 2 ഇൻറ്റു 100 200, 200 ഇൻറ്റു 1 200 തന്നെ, പ്ലസ് 1 സ്ക്വയർ എന്താണ്? 1 തന്നെ. അപ്പം ഇതിൽ ഇനി ഈ 10,000-ൽ നിന്ന് 200 കുറച്ചിട്ട് 1 കൂട്ടിയാൽ മതി. അപ്പം 200 കുറക്കാനല്ലേ കൂടുതൽ എളുപ്പം ഇവിടെ. അപ്പം എന്ത് വരും? 8 അപ്പോൾ ഇവിടെ 9,800. പിന്നെ ഉള്ളത് ഈ പ്ലസ് 1 ആണ്. അപ്പം അടുത്ത സ്റ്റെപ്പിൽ അതങ്ങോട്ട് കൂട്ടി എഴുതിയാൽ മതി. 1 കൂട്ടിയാൽ മതി. അപ്പം അറ്റത്തൊരു 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പം 99ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9,801. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടെ സെക്കൻഡ് ഐഡൻറ്റിറ്റിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഇതുപോലെ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെയ്തു നോക്കാം. രണ്ടാമത്തേത് ഇപ്പോൾ 51 സ്ക്വയർ. ഇതിന് നമുക്ക് ഇതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. 49 സ്ക്വയർ. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 50 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ വരും? 50 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 50 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. 50യുടെ സ്ക്വയർ എന്താണ്? 5ൻ്റെ സ്ക്വയർ 25, 2 0 ഇട്ട് കൊടുക്കുക. മൈനസ് 2 ഇൻറ്റു 50 100, 100 ഇൻറ്റു 1 100 തന്നെ, പ്ലസ് 1 സ്ക്വയർ 1 തന്നെ. അപ്പോൾ 2,500-ൽ നിന്ന് 100 കുറച്ചാൽ എന്താണ്? 2,400 പ്ലസ് 1. അപ്പോൾ 1 പിന്നെ കൂട്ടി കൊടുക്കുക. 2,401. അതായത് 49ൻ്റെ സ്ക്വയർ 2,401. ഇനി ഈ പ്രിൻസിപ്പിൾ, ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ എക്സസൈസിലുണ്ട്. അത് നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് നോക്കാം. കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ബിലോ ഇൻ ഹെഡ്. 29 സ്ക്വയർ, 38 സ്ക്വയർ, 999 സ്ക്വയർ, 9.5 സ്ക്വയർ, 9.7 സ്ക്വയർ. നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റീസ് ആണ്. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ.
അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് 29 സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 29 എന്നുള്ളത് നമുക്ക് 30 മൈനസ് 1 എടുക്കാം. 30 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഈ ഐഡൻറ്റിറ്റി എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. 30 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 30 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. 30 സ്ക്വയർ എന്താണ്? 3യുടെ സ്ക്വയർ 9, 2 0 ഇട്ട് കൊടുക്കുക. മൈനസ് 2 ഇൻറ്റു 30 60, 60 ഇൻറ്റു 1 60 പ്ലസ് 1 സ്ക്വയർ എന്താണ്? 1. 900 മൈനസ് 60 പ്ലസ് 1 എന്താണ്? മൈനസ് 59. 900ൽ നിന്ന് 59 മൈനസ് ചെയ്യാം. ഇവിടെ 841. അപ്പോൾ 29ൻ്റെ സ്ക്വയർ 841. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 38 സ്ക്വയർ. 38 സ്ക്വയർ നമുക്ക് എങ്ങനെ എടുക്കാം? 40 മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇതേ ഐഡൻറ്റിറ്റി എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ എന്നുള്ളത് 40 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 40 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. 40യുടെ സ്ക്വയർ എന്നാണ്? 4ൻ്റെ സ്ക്വയർ 16, അതിൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു 4 80, 80 ഇൻറ്റു 2 160. 2ൻ്റെ സ്ക്വയർ എന്താണ്? 4. ഇവിടെ മൈനസ് 160 പ്ലസ് 4 എന്ത് വരും? മൈനസ് 160 പ്ലസ് 4 എന്നുള്ളത് ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് മൈനസ് ഇടുക. മൈനസ് 156. ഇനി 1600ൽ നിന്ന് 156 കുറയ്ക്കുക. ആൻസർ എന്ത് വരും? 1444. അത് 38ൻ്റെ വർഗം 1444. മൂന്നാമത്തേത് നോക്കിയാൽ 999 സ്ക്വയർ. ഈ 999ന് നമുക്ക് എങ്ങനെ എടുക്കാം? 1000 മൈനസ് 1 ഹോൾ സ്ക്വയർ. 1000 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1000 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. 1000 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 1000ൻ്റെ കൂടെ 3 0യും കൂടി ഇട്ട് കൊടുക്കുക. മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു 1000 എന്താണ്? 2000 പ്ലസ് 1. അപ്പോൾ ഇതെന്ത് വരും? ഇതിൻ്റെ കൂടെ മൈനസ് 2000 പ്ലസ് 1 എന്നുള്ളത് എന്താണ്? 1999. ഇത് മൈനസ് ചെയ്യണം. മൈനസ് 1999. ആൻസർ കിട്ടുന്നത് 100801. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഇതിൽ നിന്ന് ആദ്യം 2000 കുറച്ചിട്ട് 1 കൂട്ടിയാൽ മതി. ഇതിപ്പോൾ 10 ലക്ഷം അല്ലേ? 3 0, പിന്നെ അതിൻ്റെ കൂടെ 2000 കുറയ്ക്കുക. ഇനി ഇതിനോട് ഈ 1 കൂട്ടണം. ആൻസർ കിട്ടുന്നത് 998001. നാലാമത്തേത് 9.5 സ്ക്വയർ അല്ലെ? 9.5 സ്ക്വയർ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 10 മൈനസ് 1/2 ഹോൾ സ്ക്വയർ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. 10 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു 1/2 പ്ലസ് 1/2 സ്ക്വയർ. 10 സ്ക്വയർ എന്താണ്? 100. ഇവിടെ 2 വെട്ടിപ്പോകും. പിന്നെ ഉള്ളത് -10.
പിന്നെ 1/2 സ്ക്വയർ എന്താണ്? 1/2 ഇൻറ്റു 1/2 ആണ്. അപ്പോൾ 1/4 വരും. 1/4. 100 മൈനസ് 10 90. 90 പ്ലസ് 1/4. അപ്പോൾ 90 1/4 90 ആൻഡ് 1/4 ആണ് ആൻസർ. 9.7 സ്ക്വയർ. 9.7 എങ്ങനെ എഴുതാം? 10 മൈനസ് 0.3 ഹോൾ സ്ക്വയർ. 9.7 എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 0.3 മൈനസ് ചെയ്യുന്നതല്ലേ? 10 9.7 മൈനസ് ചെയ്ത് നോക്കാം. 0. അങ്ങനെയാണ് നമ്മളത്. നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ പോയിന്റ് വരുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ മൈനസ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ 10 മൈനസ് 0.3 ദ ഹോൾ സ്ക്വയർ. 10 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.3 പ്ലസ് 0.3 സ്ക്വയർ. 10 സ്ക്വയർ എന്താണ്? 100 മൈനസ് 2 ഇൻറ്റു 10. ഇവിടെ 10 ഇൻറ്റു 0.3 എന്താവും? 3 ആവും. ഇത് 3 ആവും. 2 ഇൻറ്റു 3 6. അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ 2 ഇൻറ്റു 10 20. 20 ഇൻറ്റു 3 60. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ്. അപ്പോൾ 60 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് എന്ന് വരുമ്പോൾ ഇങ്ങനെ വരും, 6 വരും. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. 10 ഇൻറ്റു 0.3 3. 3 ഇൻറ്റു 2 6 പ്ലസ് 0.3യുടെ സ്ക്വയർ എന്താണ്? 0.3 ഇൻറ്റു 0.3. 3യുടെ സ്ക്വയർ എന്താണ്? 9. 3 ഇൻറ്റു 3 9. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വരണം. അപ്പോൾ 0.09. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 0.09 ഇവിടെ വരുന്ന ആൻസർ. 0.09. 100 മൈനസ് 6 പ്ലസ് 0.09. 100 മൈനസ് 6 എന്താണ്? 94. 94 പ്ലസ് 0.09 അതായത് 94.09.